ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഒന്നുകൂടി നമ്മുടെ ചിക്കൻ 65 ഇടുകയാണ്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ 65 ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയും നമുക്കിതിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് തന്നെ കാണണേ. അപ്പോൾ നമുക്ക് ബോൺലെസ് ചിക്കൻ, നമ്മുടെ എല്ലില്ലാത്ത ചിക്കൻ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ വിനാഗിരി ചേർക്കാം, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ തൈര്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പിലോട്ടൊരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ചിക്കൻ പീസസ് ഇതിലോട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് മറിച്ചിടാം. പിന്നെ സോയാ സോസ്, അത് മസ്റ്റായിട്ട് ഇതിന് ചേർക്കണം. അതാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി. നമുക്ക് ചിക്കൻ പീസസ് ഈ എണ്ണയിൽ നിന്നും മാറ്റാം. അതേ ഓയിലിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ശരിക്കും ഒരു ഗ്രേവിയാണ്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല കുഴഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് തീ വീണ്ടും ഓൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചിക്കൻ 65 തയ്യാറാക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ 65 നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ലാസ്റ്റായിട്ടാണ് നമ്മൾ സ്പ്രിംഗ് ഒണിയൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതിയാകും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഈ സോയാ സോസ് നമുക്ക് സാധാരണ എല്ലാ കടകളിലും കിട്ടുന്ന ഒന്നാണ്, പലചരക്ക് കടകളിൽ. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ മറക്കരുത്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ